ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 2 കിണ്ണം കാച്ചി ഐറ്റംസ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച 2 പ്രോഡക്റ്റാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന, വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള 2 ഐറ്റംസാണ്. 2 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്, ഇതിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്. എങ്കിലും അത് നമുക്ക് സെറ്റ് ചെയ്യുന്ന രീതി പലതാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഈ സാധനം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ്ടേ ഒരു കുഞ്ഞൻ ഫാനാണിത്. ഇതൊരു കുഞ്ഞൻ ഫാനാണ്. അടുത്തതും കൂടെ നമ്മളൊന്ന് പൊട്ടിക്കുകയാണ്. അടുത്തതും കൂടെ നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ്. അതൊരു വലിയ ഫാനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. പാക്കിങ് ഏകദേശം എങ്ങോട്ടൊക്കെ ചളങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ഒരു റീചാർജബിൾ ഫാനാണ്. കണ്ടോ, കറങ്ങുന്നുണ്ട്. ബാറ്ററി ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കറങ്ങുന്നത്. രണ്ടാമത്തെ സ്പീഡ് നമുക്കതിൽ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇതിനുള്ളത്. അപ്പം ഇതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത് തന്നെയാണ് കാണാം. അടുത്തൊരു സൂപ്പർ ഐറ്റമാണ്. അതൊരു വെറൈറ്റിയാണ്, കാണിച്ചത്. ഇതിൻ്റെ ഒരു പേപ്പറുണ്ട്, പിന്നെ ചാർജ് ചെയ്യാനുള്ളൊരു ചാർജിങ് കേബിളുണ്ട്. അത് നമ്മുടെ പഴയ സൈസാണ്, നമ്മുടെ സി ടൈപ്പ് അല്ലാതെ ഈ ക്ലിപ്പ് ഉള്ള സൈസ്. ഇതാണ് അപ്പം ഐറ്റം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഒരു ലിക്വിഡൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ മണം അടിക്കാനൊക്കെ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇത് പക്ഷേ റീചാർജബിൾ അല്ല, നമ്മുടെ USB ടൈപ്പാണ്. ഇത് നമുക്ക് നമ്മുടെ സീറ്റിന് പുറവശത്ത് ഹെഡ് റെസ്റ്റ് വരുന്നതിൻ്റെ അവിടെ ഒരു കമ്പി ഉണ്ടല്ലോ, അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ബാക്കിലിരിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഇത് ആ കമ്പിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിലത്തേക്കും. അപ്പോൾ ഇത് നമുക്ക് AC ഉണ്ടെങ്കിലും പല വണ്ടികളുടെയും ബാക്ക് സൈഡിലൊക്കെ ACയുടെ ആ ഒരു കൂളിങ് എത്തത്തില്ല. അപ്പം ഇങ്ങനൊരു ചെറിയ ഫാൻ അതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണും. USB ടൈപ്പിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ വാഹനങ്ങളിലും ഉള്ളതാണ്. അപ്പം അത് കണക്ട് ചെയ്യാമെങ്കിൽ ഇത് ബാക്കിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാൻ പോകണേ വണ്ടിക്കകത്ത്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിന് ഏകദേശം ഒരു 1 മീറ്ററോളം കേബിള് വരുന്നുണ്ട്. ഏകദേശം ഇത്രയും 1 മീറ്റർ കേബിൾ വരുന്നുണ്ട്. അതുപോലെ ഇത് ഫിറ്റ് ചെയ്യുന്നത് വേണ്ട ഇങ്ങനെയുള്ള ഹെഡ് റെസ്റ്റ് ഉള്ള അതിൽ ഇതുപോലെ കമ്പി കാണും. ഇതിൻ്റെ കമ്പി അതിലേക്ക് നമുക്ക് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് തള്ളിയാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് തള്ളി വയ്ക്കാമെങ്കിൽ ഇതവിടെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് പുറകെ ഇരിക്കുന്നവർക്ക് ആവശ്യാനുസരണം അങ്ങോട്ടാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്ത് മടക്കി ഇതിൻ്റെ കീഴിൽ സേഫായിട്ട് വയ്ക്കാനും പറ്റും. ഇങ്ങനെ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ വയ്ക്കുകയും ചെയ്യാം. ഉപയോഗിക്കേണ്ടപ്പം നമുക്കിങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കൂളിംഗ് കിട്ടും. ഇപ്പോൾ AC ഉള്ള വണ്ടിയിലാണെങ്കിൽ കൂടി ഇത് ഒരെണ്ണം വയ്ക്കുന്നത് നല്ല. കാരണം എന്ന് പറഞ്ഞാൽ ബൈക്കിലോട്ട് ഒരുവിധം വണ്ടിക്കൊന്നും അധികം കൂളിംഗ് കിട്ടാറില്ല. ആ കൂളിംഗ് നല്ല രീതിയിൽ കുറേ ലോങ്ങൊക്കെ പോകുമ്പം ബൈക്കിലോട്ടൊക്കെ കൂളിംഗ് ആയി വരത്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഫാനിൻ്റെ ഉപയോഗം കൂടെ അതിൻ്റെ അകത്തുള്ളപ്പം ആ എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് ബൈക്കിൽ ഇരിക്കുന്നവർക്കും യാത്രയിൽ നല്ല ഒരു യാത്ര സമ്മാനിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഈ USB ടൈപ്പ് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു ടൈപ്പിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ 2 USB പോർട്ട് കുത്തി നമ്മുടെ വണ്ടിയിൽ തന്നെ 12 വോൾട്ട് ഔട്ട് കിട്ടുന്ന അഡാപ്റ്ററൊക്കെ കാണും അതിൻ്റെ അകത്ത് വണ്ടിയിൽ. അതിൽ കുത്തിയെടുക്കുന്നതാണിത്. അല്ലാതെ തന്നെ USB-യിൽ നിന്ന് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് കുത്തി നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഒരെണ്ണമുണ്ട് ആ രീതിയിലുള്ളത്, ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്.
ബാക്കിൽ ഒന്ന് കാണിച്ചേ. ഈ ഒരു ടൈപ്പിലെ ചാർജിങ് പോർട്ട് കാണും. നമുക്കതിൽ നിന്ന് 12 വോൾട്ട് കറണ്ട് എടുക്കാൻ പറ്റും. ഇത് അതിനുള്ളിലേക്ക് നമ്മൾ അങ്ങോട്ട് കടത്തി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററിയുടെ അതായത് നമ്മുടെ കീ ഓൺ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കീ ഓൺ ആയി കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഔട്ട് കിട്ടും. അതാണ്ട് ഇതിന് അതുപോലെ ഇതിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫാനിൻ്റെ കേബിളിൽ തന്നെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുകയാണ്. ഓൺ ആക്കുമ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം കാറ്റുണ്ട്. ഇത് രണ്ടാമത്തെ സ്പീഡ്, ഇത് മൂന്നാമത്തെ സ്പീഡ്. 3 സ്പീഡാണ് ഇതിനുള്ളത്. നല്ല സ്പീഡിൽ നല്ല കാറ്റാണ്, വലിയ സൗണ്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പീഡാണ്. ഫുൾ സ്പീഡിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൈക്ക് ഒതുങ്ങുന്ന വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു വലിപ്പമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഫാന് നമ്മളിവിടെ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തതാണ്. നമ്മുടെ ഈ മേളിൽ വരുന്ന ഒരു ഹാൻഡിലൊക്കെ കാണുമല്ലോ, അവിടെ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഇത് കണ്ടില്ലേ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കയറ്റി ക്ലിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഇത് ഫാൻ അങ്ങോട്ട് ഓൺ ആക്കി കൊടുത്തു. കണ്ടില്ലേ, നല്ല കുഴപ്പം. ഇത് ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, 3 സ്പീഡുണ്ട് അതിൽ. അപ്പം നമ്മുടെ 2 ഫാനുകളും ഇവിടെ നമ്മളിന്ന് വർക്കാക്കിയിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 2 സാധനങ്ങളും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലാണ് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും. എനിക്കിത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ സാധനം നമുക്ക് വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ്. റീചാർജബിൾ അല്ല, ഇത് നമ്മൾ സപ്ലൈ കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ കാണുന്ന ഫാന് റീചാർജബിളാണ്. ഇതിപ്പോൾ നമ്മുടെ ബാഗിൽ ഇട്ടുകൊണ്ട് വേണമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ഒക്കെ പറ്റുന്നതാണ്. വണ്ടിയിലൊന്നല്ല, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടുത്തെ ക്ലിപ്പ് അങ്ങ് ഊരിയെടുക്കാമെങ്കിൽ വണ്ടിയിലൊക്കെ പോകുമ്പോഴാണ് റീചാർജബിൾ ആയതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കാറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല കാറ്റ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ 2 പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് വെക്കാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമേ നിങ്ങൾക്ക് അങ്ങ് വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്